കൂലി സിനിമയിൽ ഒരു സീനില്ലെങ്കിൽ ഒരു സീനിൽ സാക്ഷാൽ രജനീകാന്തിനെ പോലും സൈഡാക്കിയ ഉപേന്ദ്രയെ നമ്മളിപ്പോൾ കാണും. എന്നാൽ ഈ ഉപേന്ദ്രയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡയറക്ടറെ കുറിച്ചാണ് നമ്മൾ കൂടുതലായും അറിയേണ്ടത്. അനവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ കന്നഡ ഇൻഡസ്ട്രിക്ക് നൽകിയ ഒരു വലിയ സംവിധായകനാണ് ഇതേ ഉപേന്ദ്ര. ആ ഉപേന്ദ്രയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഉപേന്ദ്രയുടെ കൂലി സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ സിഗ്മ മെയിൽ ക്യാരക്ടറുകളെ ഇത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത ഒരു സംവിധായകൻ തന്നെ വേറെ ഇല്ലെന്ന് പറയാം. അതും അദ്ദേഹം തന്നെ എഴുതി അഭിനയിക്കുക കൂടി ചെയ്യാറുണ്ട്. 2005 റിലീസായ അദ്ദേഹത്തിന്റെ ഓട്ടോ ശങ്കർ എന്ന സിനിമയിലെ ഈ ഒരു സീൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ലേഡി ആക്ടറുമായി ഒരു ഫൈറ്റ് സീൻ വെക്കുക. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലൊന്നും ഇതേപോലൊരു സീൻ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സീനൊക്കെ എടുത്ത് പെർഫോം ചെയ്യാൻ ഉപേന്ദ്രയ്ക്കുള്ള ഒരു മിടുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉപേന്ദ്ര തന്നെ സംവിധാനം ചെയ്ത 1999 ഉപേന്ദ്ര എന്ന് തന്നെ പേരിട്ടൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. അതായത് വഴിയിൽ കണ്ട ഒരു പെൺകുട്ടിയോട് പോയി റേറ്റ് ചോദിക്കുന്നു, പിന്നീട് നേരെ ഒരു കാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ കാണിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റാർ ഹീറോ ആ സമയത്ത് ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയ ഗഡ്സ് വേണ്ട ഒരു കാര്യമായിരുന്നു. 2001 ഉപേന്ദ്ര തന്നെ എഴുതിയ ഒരു സിനിമയായിരുന്നു റാ. ഈ സിനിമ തെലുങ്കിലായിരുന്നു റിലീസായത്. ഈ സിനിമയിൽ തന്നെ നായികയെയും അമ്മയെയും എല്ലാം ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു സീൻ ഇതേ ഉപേന്ദ്ര തന്നെ എഴുതി പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അർജുൻ റെഡ്ഡിയും അനിമൽ പോലുള്ള സിനിമകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ സിഗ്മ മെയിൽ ക്യാരക്ടറുകളെ വളരെ മികച്ച രീതിയിൽ ഇതേ ഉപേന്ദ്ര പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു ഉപേന്ദ്ര ഫിലിം കരിയർ തുടങ്ങിയത്. 1992 തർലെ നൻമഗ എന്ന ജഗ്ഗേഷ് സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ഉപേന്ദ്ര കരിയറിൽ നല്ലൊരു പേരെടുത്ത് തുടങ്ങിയത്. എന്നാൽ ആ സിനിമ അത്യാവശ്യം ഹിറ്റ് ആയെങ്കിലും പിന്നീട് വന്ന സിനിമകളാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഉപേന്ദ്രയുടെ സിനിമകളുടെ പേരുകളൊക്കെ തന്നെ വൻ വെറൈറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പേരാണ് ഇഷ്, അതായത് SHH. അതേപോലെ ഒരു സിനിമയ്ക്ക് പേരിടാതെയൊക്കെ റിലീസ് ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓം എന്ന പേരിൽ ഒരു സിനിമ റിലീസ് ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്വന്തം പേരിട്ട് തന്നെ സിനിമകൾ റിലീസ് ആക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉപേന്ദ്ര, ഉപ്പി 2, ഉപ്പിദാദ MBBS, അങ്ങനെ സ്വന്തം പേരിൽ സിനിമകൾ ഇറക്കിയ ഒരു നടനും ഒരു പക്ഷേ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ കാണില്ല. എന്തായാലും ഉപേന്ദ്ര ഒരു പവർഫുൾ ഡയറക്ടറായി മാറിയത് 1995 റിലീസായ ഓം എന്ന സിനിമയിലൂടെയായിരുന്നു. ശിവരാജ് കുമാറിനെ നായകനാക്കി ഇറക്കിയ ഒരു പക്ക മാസ് സിനിമയായിരുന്നു ഇതേ ഓം എന്ന സിനിമ. ഈ ഓം എന്ന സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം റീ റിലീസുകൾ വന്ന സിനിമയും ഓം ആയിരുന്നു. ഏകദേശം 550-ലധികം തവണയാണ് ഈ സിനിമയ്ക്ക് റീ റിലീസുകൾ വന്നത്. ഈ സിനിമയിലേക്ക് ഇദ്ദേഹം റിയൽ ഗാങ്സ്റ്റേഴ്സിനെ വരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിയൽ ലൈഫിലെ ഗാങ്സ്റ്റേഴ്സ് ആണ് ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രത്തോളം ഗഡ്സ് ഉള്ള ഒരു സംവിധായകനായിരുന്നു അന്ന് ഇതേ ഉപേന്ദ്ര. ഉപേന്ദ്ര തന്നെ ഈ സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തെങ്കിലും ആ സിനിമ അന്ന് അവിടെ ഫ്ലോപ്പ് ആയാണ് പോയത്. എന്നാൽ പോലും കന്നഡ ഇൻഡസ്ട്രിയിലെ ഇന്നും വൻ കൾട്ട് ഫാൻ ഫോളോവിംഗ് ഉള്ള സിനിമയാണ് ഇതേ ഓം എന്ന സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടും കാണേണ്ട ഒരു സിനിമയാണത്. 1997 ഉപേന്ദ്ര സംവിധാനം ചെയ്ത് ഉപേന്ദ്ര തന്നെ അഭിനയിച്ച സിനിമയായിരുന്നു എ എന്ന ഒരൊറ്റ ലെറ്റർ ആണ് ഈ സിനിമയുടെ പേര് തന്നെ. ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് റിവേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അതായത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ സിനിമയുടെ ക്ലൈമാക്സ് കാണിക്കുന്നു, പിന്നീട് അവിടെ നിന്ന് കഥ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു അഡ്വഞ്ചർ ആയിരുന്നു. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിരുന്നു അത്തരത്തിലൊരു മേക്കിംഗ് വരുന്നത്. ഇതുകൂടാതെ ഈ സിനിമയിൽ മൾട്ടി ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കും. അതായത് ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്, ആ ഫ്ലാഷ് ബാക്കിൽ തന്നെ മറ്റൊരു ഫ്ലാഷ് ബാക്ക്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്നവരെ വണ്ടർ അടുപ്പിക്കുന്ന ഒരു മേക്കിംഗ് ആയിരുന്നു ഈ സിനിമയിൽ ഉപേന്ദ്ര കാഴ്ചവെച്ചത്. സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നിലനിൽക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചായിരുന്നു ഈ സിനിമ പറഞ്ഞു പോയത്. അമിതാഭ് ബച്ചനൊക്കെ ഈ സിനിമ കണ്ട ശേഷം ഉപേന്ദ്രയെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുക വരെ ചെയ്തിരുന്നു. അത്രത്തോളം റീച്ച് ഉപേന്ദ്ര ഈ ഒരു സിനിമയിലൂടെ നേടി.
ഇതിനുശേഷം പിന്നീട് 1999 ഉപേന്ദ്ര എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു സിനിമ എടുത്തു. ഇതും ഒരു സൈക്കോളജിക്കൽ സിനിമയായിരുന്നു. അതായത് ഈ സിനിമയും കണ്ടാൽ നമ്മൾ തന്നെ കിളി പറഞ്ഞു. അമ്മാതിരി മേക്കിങ്ങിലൂടെ ആയിരുന്നു ഈ സിനിമയും കടന്നുപോയത്. ഈ സിനിമയും പുള്ളിയുടെ കരിയറിലെ വലിയൊരു ഹിറ്റായിട്ടാണ് മാറിയത്. അതിനുശേഷം പുള്ളിക്കാരൻ സംവിധാനത്തിൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ടു. എന്നാൽ ഇതിനിടയിലും അദ്ദേഹം നല്ല നല്ല സിനിമകളിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയായിരുന്നു. അതിനുശേഷം 2010 വമ്പൻ ഹൈപ്പിൽ ഒരു കന്നഡ സിനിമ വന്നു. ഈ സിനിമയ്ക്ക് പേരില്ലായിരുന്നു. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സിമ്പൽ വെച്ചായിരുന്നു സിനിമ റിലീസായത്. ഈ സിനിമയ്ക്ക് പേരിടുന്നില്ല, പകരം ഈ സിനിമയ്ക്ക് എന്റെ സിനിമ കണ്ട ആരാധകർ എന്ത് പേരിടുന്നു അതായിരിക്കും ഈ സിനിമയുടെ പേരെന്ന് അന്ന് ഉപേന്ദ്ര പറഞ്ഞു. നയൻതാരയൊക്കെ നായികയായി വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലും വൻ വിജയമായി മാറി. അങ്ങനെ ഈ സിനിമയ്ക്ക് സൂപ്പർ എന്ന് ആരാധകർ പേരിട്ടു. അങ്ങനെ ഈ സിനിമയുടെ പേര് സൂപ്പർ എന്നായി. അതായത് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമയ്ക്ക് പേരേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊക്കെ അങ്ങനെയൊക്കെ ഒരു സിനിമ ഒരിക്കലും ഉണ്ടാകത്തില്ല. നിങ്ങൾ ചിന്തിക്കും, നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമ വരുന്നു, ആ സിനിമയ്ക്ക് പേരില്ല, നിങ്ങൾ പേരിട്ടോ. അങ്ങനെ ഏതെങ്കിലും ഡയറക്ടർ പറയുമോ? അത്തരത്തില് എന്താ പറയാ, വെറൈറ്റി ടൈപ്പ് ഓഫ് മേക്കിംഗ് ഒരുപാട് കൊണ്ടുവന്ന ആളാണ് ഇതേ ഉപേന്ദ്ര. അത് കഴിഞ്ഞ് ആ സിനിമയും വൻ ഹിറ്റായി കഴിഞ്ഞ് പുള്ളിക്കാരൻ പണ്ട് ചെയ്ത ഉപേന്ദ്ര എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായി ഉപ്പി 2 എന്ന വലിയൊരു സിനിമ വന്നു. ഈ സിനിമയും അത്യാവശ്യം നല്ല ഹിറ്റായിട്ടാണ് അന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് വലിയൊരു ഗ്യാപ്പ് എടുത്ത് പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം 2024 U1 എന്ന വലിയ സിനിമ വന്നു. പക്ഷെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഡിസാസ്റ്റർ ആയിപ്പോയി. പക്ഷെ ഈ സിനിമ മുന്നോട്ട് വെച്ച ആശയം വളരെ മികച്ചൊരു കാര്യമായിരുന്നു. അതായത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് മേക്കിങ്ങില് ഒരു എന്താ പറയാ, അതിന്റെ ട്രെയിലർ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത ടൈപ്പ് കാര്യങ്ങളാണ് ആ സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഇക്കൂട്ടത്തിൽ പറയാൻ വിട്ടു ഒരു കാര്യം എന്നാൽ ഈ സൂപ്പർ എന്ന പേരിൽ വന്ന ആ സിനിമയിൽ ഫ്യൂച്ചർ ഇന്ത്യയാണ് കാണിച്ചത്. അതായത് 2030 നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അന്നേ ഉപേന്ദ്ര പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതുകൂടാതെ ഉപേന്ദ്ര ഒരുപാട് റീമേക്ക് സിനിമകളും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കാഞ്ചന 2 എന്ന സിനിമ റീമേക്ക് ചെയ്ത് കൽപ്പന 2, അണ്ണാമല റീമേക്ക് ചെയ്ത് ഗോകർണ, അജിത്തിന്റെ വരലാർ റീമേക്ക് ചെയ്ത് ഗോഡ് ഫാദർ, വസൂൽ രാജ MBBS റീമേക്ക് ചെയ്ത് ഉപ്പിദാദ MBBS, അങ്ങനെ ഒരുപാട് റീമേക്ക് സിനിമകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപേന്ദ്ര ചെയ്തു വെച്ചു. ഉപേന്ദ്ര ചെയ്യുന്ന സിനിമകൾക്കെല്ലാം എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായി അദ്ദേഹം ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ച പല സിനിമകളിലെയും കഥാപാത്രങ്ങൾ അദ്ദേഹം പിന്നീടും കൊണ്ടുവരാറുണ്ട്. ഇദ്ദേഹം പണ്ട് ചെയ്തു വെച്ച ഉപേന്ദ്ര എന്ന സിനിമയിലെ അതേപോലെ ക്യാരക്ടറിനെ ഉപ്പി 2 എന്ന സിനിമയിൽ കൊണ്ടുവന്നു. ഇതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തന്നെ ഐ ലവ് യു എന്നൊരു സിനിമയിൽ ഇതേ ടൈപ്പ് ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ വീണ്ടും അവതരിപ്പിച്ചു. എന്തിന്? ഈ അടുത്ത റിലീസായ KGF എന്ന സിനിമ കണ്ട് അതേപോലെ സിനിമ പോലെ കപ്സ എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ വന്നു. പക്ഷെ സിനിമ ഫ്ലോപ്പ് ആയിപ്പോയി. എന്നിരുന്നാൽ പോലും പല പല വെറൈറ്റി അപ്രോച്ചുകൾ പുള്ളിക്കാരൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന് വരാനിരിക്കുന്ന മറ്റൊരു സിനിമയാണ് 45. ഈ സിനിമയിൽ ശിവരാജ് കുമാർ ഉപേന്ദ്രയും ഒന്നിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ഭീകര ഹൈപ്പ് ഇപ്പൊ തന്നെ സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും അത് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഉപേന്ദ്ര എന്ന സംവിധാനത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അനാലിസിസും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.